ഹലോ, രാവിലെ നമുക്ക് കുറച്ച് ഇഡ്ഡലി വിശേഷങ്ങളാവാം അല്ലേ. ഞാനിന്ന് ഇഡ്ഡലി വയ്ക്കാമെന്ന് ചോദിച്ചു കേട്ടോ. കുറേ ദിവസമായി ഇഡ്ഡലി വെച്ചിട്ട്. അതുകൊണ്ട് ഇന്ന് രാവിലെ ഞാനിത് കുറച്ച് ഇഡ്ഡലി വിശേഷങ്ങളുമായിട്ടാണ് വന്നത്. പ്രത്യേകിച്ച് വിശേഷം ഒന്നുമില്ല. ഇത് ഇഡ്ഡലിയും തേങ്ങാ ചമ്മന്തിയാണ്. കുറേ കാലമായി ഇഡ്ഡലിയും തേങ്ങാ ചമ്മന്തിയും കഴിച്ചിട്ട്. അങ്ങനെ ഇന്ന് രാവിലെ ഇഡ്ഡലിയും തേങ്ങാ ചമ്മന്തിയും ഒക്കെ ആവാമെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ ഇഡ്ഡലിക്കൊക്കെ അടുപ്പിൽ വച്ചതിന് ശേഷം പോണു നമ്മളുടെ കരി പിടിച്ച ജീവിതത്തിലേക്ക് ഞാനത് ചാടാൻ പോവുകയാണ്. പിന്നെ ഇന്ന് ഒരിടവും പോകേണ്ട ആവശ്യമില്ല, മഴയില്ലേ, റബ്ബർ ബാറെടുക്കാനൊന്നും പോകണ്ട. അങ്ങനെ ഇന്ന് സുഖജീവിതമാണ്. അങ്ങനെ ഞാൻ അവിടെ ചെന്നെല്ലാം റെഡിയാക്കി വച്ചതിന് ശേഷം ഇവിടെ വന്നത് ആ കഞ്ഞിക്കൊക്കെ അടുപ്പിൽ വച്ചു. കഞ്ഞിക്ക് വെള്ളമൊക്കെ കൊണ്ട് വച്ച് കഴിഞ്ഞു. പിന്നെ എന്താ ഇന്നത്തെ പരിപാടികളെന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും രാവിലെ ഒരു ഗുഡ് മോർണിംഗ്. എല്ലാവരും മഴയാണോ? ഇവിടെ ചെറിയ രീതിയിൽ മഴയൊക്കെ ഉണ്ട്. അങ്ങനെ ഈ സമയം കൊണ്ട് അരിയൊക്കെ റെഡിയായി. ഞാനത് വലിയ ഒരു കലത്തിലാണ് കേട്ടോ. ഇത്രയും ചെറിയ കലം മതി ഞങ്ങൾക്ക്, ഇതിൻ്റെ ആവശ്യമില്ല. രണ്ടെണ്ണത്തിന് അങ്ങനെ വച്ചു. പിന്നെ ഇന്നലത്തെ കുറച്ച് മീനോടെ ഇരിപ്പുണ്ട്, അതിനെ ഒന്ന് പറ്റിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അതിനെ കൂടെ ഒന്ന് അടുപ്പിലങ്ങ് വെച്ചിരുന്ന് ആ തീയിൽ തന്നെ ഇരുന്നങ്ങ് പറ്റിക്കോളും. ബാക്കി പരിപാടികളൊക്കെ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യാമെന്ന് പറഞ്ഞാൽ കുറച്ച് തേങ്ങയൊന്ന് തിരുമിയെടുക്കാം, ചമ്മന്തി അരയ്ക്കണം. പിന്നെ ഞാനൊന്നൊരു ചെറിയ രീതിയിൽ പീര വയ്ക്കാമെന്ന് ചോദിച്ചു കേട്ടോ. പീര വയ്ക്കാൻ കാരണം മീനൊന്നും ഇവിടെ കൊണ്ടുവരണവരൊന്നും ചെറിയ മീനുകളാണ് കൊണ്ടുവരണത്. അതുകൊണ്ട് കുറച്ചെടുത്തൊരു പീരയും കുറച്ചെടുത്തൊന്ന് ഫ്രൈയും ചെയ്ത് കേട്ടോ. ചെറിയ മീനാണേ, അതുകൊണ്ട് അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് പീരയ്ക്ക് ആവശ്യത്തിലൊരു ചെറിയ സവാളയുടെ പകുതിയും കുറച്ച് ചെറിയ ഉള്ളി, ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ അരിഞ്ഞ് റെഡിയാക്കി എടുത്തു. എന്നിട്ട് അരയ്ക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് തേങ്ങ, മഞ്ഞൾ, കുരുമുളക്, ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില ഇതെല്ലാം കൂടെ ചതച്ചെടുത്തു. ബാക്കി സാധനങ്ങളെല്ലാം അരിഞ്ഞ് ഒന്ന് ഞവടി റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇനി എല്ലാം കൂടെ നമ്മൾ ഈ ചട്ടിയിലൊന്ന് തിരുമ്മി പിടിപ്പിക്കാം. അതിനുശേഷം നമുക്ക് മീനിനെ തട്ടിക്കുഴച്ച് കുറച്ച് രണ്ട് കുടംപുളിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നമുക്ക് അടുപ്പിൽ വെച്ചു. അതവിടെ റെഡിയായ സമയത്തേക്ക് നമുക്ക് വീട്ടിൻ്റെ പരിസരമൊക്കെ തൂത്ത് വാരിയിട്ട് ഒന്നങ്ങ് തീയിട്ട് കളയാമെന്ന് ചോദിച്ചു. അങ്ങനെ അതിനെയൊക്കെ ചെയ്തു. ഇതൊക്കെ തന്നെയായിട്ട് ഇന്നത്തെ വീട്ടു വിശേഷം. പിന്നെ ഞാൻ ഇടയ്ക്ക് ഒരിടത്ത് വെച്ച് ഈ ആളിനെ കണ്ടിട്ടുണ്ട്, ഒരു സീരിയൽ എന്നുള്ള പാവം നല്ല മനുഷ്യൻ ഞങ്ങളെ കണ്ടുകൊണ്ട് ഓടി ഞങ്ങളടുത്ത് വരെ സംസാരിക്കുകയും ഞങ്ങൾ എന്നെ സംസാരിച്ചു. അങ്ങനെ രണ്ടുപേര് കണ്ടോ എവിടെയോ പോയിരുന്ന് തട്ടി വിടുകയാണ് കേട്ടോ. അതിൻ്റെ വീഡിയോ എൻ്റെ ഉണ്ടായിരുന്നു, ഞാൻ അതിനെയും കൂടി ഇടാണ്. ചിക്കൻ പുരട്ടാണോ ബീഫ് പുരട്ടാണോ അതൊക്കെ വെച്ചത് രണ്ടുപേരും ഒന്നും അറിയാത്തതുപോലെ പാവങ്ങൾ പോലെ ഇരുന്ന് തട്ടി വിടുകയാണ് കേട്ടോ. അങ്ങനെ ഇതൊക്കെ തന്നെയാണ് എൻ്റെ വിശേഷം. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും രാവിലെ എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. സുഖമല്ലേ? എല്ലാവരും സുഖമായിരിക്കും വിശ്വസിക്കുന്നത്. എല്ലാം കഴിച്ചു കഴിഞ്ഞു. അവസാന ഘട്ടമാണ്. താങ്ക് യു.